ഇതാ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഓൺ A02 ഫങ്ഷണൽ ഗ്രാമർ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഇൻ ഇംഗ്ലീഷ്. പരീക്ഷാ സമയം 2 മണിക്കൂർ, ആകെ മാർക്ക് 60. 2 വീഡിയോകളിലായിട്ടാണ് ഈ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്തിരിക്കുന്നത്. ഫ്രണ്ട്സ്, ദിസ് ഈസ് പാർട്ട് 1. ഈ വീഡിയോയിൽ 30 മാർക്കിന്റെ ഗ്രാമർ ചോദ്യങ്ങൾ മാത്രം. അടുത്ത വീഡിയോ, അതായത് പാർട്ട് 2-ൽ ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെ ബാക്കി ചോദ്യങ്ങൾ, അതായത് ക്വസ്റ്റ്യൻസ് ഓൺ കമ്മ്യൂണിക്കേഷൻ. തുടങ്ങാം അല്ലേ? പിന്നെ പതിവ് പോലെ ഇതിന്റെ PDF-ന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, ഡൗൺലോഡ് ചെയ്യാം. ഈ പരീക്ഷയ്ക്കായുള്ള ഗ്രാമർ ലെസൺസ് എളുപ്പമാക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു വർക്ക് ബുക്ക് ഇറക്കിയിട്ടുണ്ട്. പാഠപുസ്തകത്തിലുള്ള എല്ലാ കാര്യങ്ങളും വളരെ സിമ്പിൾ ആയിട്ട് ഈ പുസ്തകത്തിലുണ്ട്. മാത്രമല്ല എല്ലാ ചോദ്യങ്ങളും, കൂടുതൽ ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും ഉണ്ട്. സോ ഫ്രണ്ട്സ്, ദിസ് ഈസ് പാർട്ട് 1. ഹിയർ വി ഗോ. സെക്ഷൻ A, 12 ഗ്രാമർ ചോദ്യങ്ങൾ, 2 മാർക്ക് വീതം, ആകെ മാർക്ക് 20. 12 എഴുതിയാൽ 20 മാർക്കും കിട്ടും. സോ ഫ്രണ്ട്സ്, ലെറ്റ്സ് സ്റ്റാർട്ട്. ലുക്ക് അറ്റ് ദ ക്വസ്റ്റ്യൻ റൂബ്രിക്. ഡു ആസ് ഡയറക്റ്റഡ്. ഓരോ ചോദ്യത്തിന്റെ അവസാനം നിർദ്ദേശിച്ചിരിക്കുന്നത് പോലെ ചെയ്യാനാണ് ആവശ്യപ്പെടുന്നത്. സോ ഹിയർ ഈസ് ക്വസ്റ്റ്യൻ നമ്പർ 1. ഹി പ്ലീഡഡ് ഇഗ്നോറൻസ് ഓഫ് ദ ലോ. ചേഞ്ച് ഇൻടു എ കോംപ്ലക്സ് സെന്റൻസ്. ഒരു കോംപ്ലക്സ് സെന്റൻസ് ആക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ തന്നിരിക്കുന്നത് ഏത് തരത്തിലുള്ള സെന്റൻസ് ആണ് എന്ന് നമുക്ക് അറിയണം. ടേക്ക് എ ലുക്ക് അറ്റ് ദ ടേബിൾ ഗിവൻ. ഹി പ്ലീഡഡ് ഇഗ്നോറൻസ് ഓഫ് ദ ലോ. ഹി എന്ന് പറയുന്ന സബ്ജക്ട്, പ്ലീഡഡ് ഇഗ്നോറൻസ് ഓഫ് ദ ലോ പ്രെഡിക്കേറ്റ്. അപ്പൊ ഈ സെന്റൻസിൽ ഒരു സബ്ജക്റ്റും ഒരു പ്രെഡിക്കേറ്റും ഉണ്ട്. സിമ്പിൾ സെന്റൻസ്. ഇതിനെ എന്താക്കണം? ഒരു കോംപ്ലക്സ് സെന്റൻസ് ആക്കി മാറ്റണം. ഒരു കോംപ്ലക്സ് സെന്റൻസ് എന്ന് പറഞ്ഞാൽ മിനിമം 2 ക്ലോസ് വേണം. അതിനൊരു മെയിൻ ക്ലോസ് വേണം, ഒരു സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻ വേണം, ഒരു സബോർഡിനേറ്റ് ക്ലോസ് വേണം. അതായത് മെയിൻ ക്ലോസിനെ ആശ്രയിച്ച് നിൽക്കുന്ന ഒരു സബോർഡിനേറ്റ് ക്ലോസ്. മെയിൻ ക്ലോസിന് തന്നെ നിൽക്കാം, തനിച്ച് നിൽക്കാം. എന്നാൽ സബോർഡിനേറ്റ് ക്ലോസിന് തനിച്ച് നിൽക്കാൻ പറ്റത്തില്ല. മെയിൻ ക്ലോസിനെ ആശ്രയിച്ച് മാത്രമേ സബോർഡിനേറ്റ് ക്ലോസ് നിൽക്കാൻ പറ്റത്തുള്ളൂ. എങ്ങനെ ആശ്രയിക്കുന്നു? ഒരു കൺജങ്ഷന്റെ സഹായത്താൽ. സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻ. ഇവിടെ സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻ നോക്ക്, ദാറ്റ്. ഇവിടെ സബോർഡിനേറ്റ് ക്ലോസ് എങ്ങനെ ഉണ്ടാക്കാം? നോക്കൂ സെന്റൻസ്. ഹി പ്ലീഡഡ് ഇഗ്നോറൻസ് ഓഫ് ദ ലോ. ഹി പ്ലീഡഡ്. അപ്പൊ അവിടെ വേണമെങ്കിൽ നമുക്ക് ഒരു സബ്ജക്റ്റും ഒരു പ്രെഡിക്കേറ്റും ഉണ്ട്. പിന്നെ ഇഗ്നോറൻസ് ഓഫ് ദ ലോ, അത് ഒരു ഫ്രേസ് ആണ്. അത് നമുക്കൊരു ക്ലോസ് ആക്കി മാറ്റാം. ക്ലോസ് ആക്കി മാറ്റണമെങ്കിൽ ഒരു സബ്ജക്റ്റും ഒരു പ്രെഡിക്കേറ്റും വേണം. എങ്ങനെ ആക്കി മാറ്റാൻ സാധിക്കും? ഹി പ്ലീഡഡ് ദാറ്റ് ഹി വാസ് ഇഗ്നോറന്റ് ഓഫ് ദ ലോ. അപ്പോ മെയിൻ ക്ലോസ് ഹി പ്ലീഡഡ്, ഒരു സബ്ജക്റ്റും ഒരു പ്രെഡിക്കേറ്റും. ദാറ്റ് സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻ. ഹി വാസ് ignorant of the law. He subject, was verb, ignorant of the law complement. അപ്പോ he subject, was ignorant of the law predicate. അപ്പൊ എന്തായി? 2 ഭാഗത്തും ഓരോ സബ്ജക്റ്റും ഓരോ പ്രെഡിക്കേറ്റും ഉണ്ടായി. So he pleaded that he was ignorant of the law. ഇതാണ് കോംപ്ലക്സ് സെന്റൻസ്. This is question number 1. Now question number 2. Neither of them blank ready to undertake the journey. Use the appropriate form of be. Be എന്നുള്ള വെർബിന്റെ ശരിയായ രൂപം ചേർത്ത് ഈ സെന്റൻസ് പൂർണ്ണമാക്കുക. ഇതാണ് ചോദ്യം. അപ്പോ ബി എന്നുള്ള വെർബിന്റെ രൂപങ്ങൾ ഏതൊക്കെയാണ് എന്ന് നോക്കണം. നോക്കൂ. ബി എന്നുള്ള വെർബിന് പ്രസന്റ് ടെൻസിൽ 3 രൂപങ്ങളുണ്ട്. ആം, ഈസ്, ആർ. പാസ്റ്റ് ടെൻസിൽ 2 രൂപങ്ങളുണ്ട്. വാസ് ആൻഡ് were. പിന്നീട് ING, പ്രസന്റ് പാർട്ടിസിപ്പിൾ, ബീയിങ്. പാസ്റ്റ് പാർട്ടിസിപ്പിൾ, ബീൻ. ബി എന്നുള്ള വെർബിന്റെ ഈ 7 രൂപങ്ങളിൽ നിന്ന് ശരിയായ രൂപം ചേർത്ത് പൂരിപ്പിക്കാനാണ് പറയുന്നത്. ഏത് സെന്റൻസിൽ? neither of them blank ready to undertake the journey. അപ്പൊ ഇവിടെയുള്ള പ്രശ്നം neither of them എന്ന് തുടങ്ങുന്ന സെന്റൻസിൽ വെർബ് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ? അതിന്റെ റൂൾ എന്താണെന്ന് വെച്ചാൽ, in formal styles we use neither of with a singular verb when it is the subject. However, in informal speaking people often use plural verbs. അപ്പോ ഫോർമൽ സ്പീച്ചിൽ വെർബ് സിംഗുലർ, ഇൻഫോർമൽ സ്പീച്ചിൽ വെർബ് പ്ലൂറൽ. അപ്പൊ നമുക്ക് സിംഗുലർ വെർബോ പ്ലൂറൽ വെർബോ ഉപയോഗിക്കാമെന്ന് അർത്ഥം. അതായത് ഈ ഒരു ചോദ്യത്തിന് 4 ഉത്തരങ്ങൾ പോസിബിൾ ആണ്. 1, neither of them is ready to undertake the journey. Neither of them was ready to undertake the journey. Neither of them are ready to undertake the journey. Neither of them were ready to undertake the journey. ഈ 4 ആൻസറിൽ ഏത് എഴുതിയാലും മാർക്ക് കിട്ടും. Now question number 3. It was blank a sunny day blank January that she got married. What's the direction? Fill in with prepositions. ശരിയായ പ്രപ്പോസിഷൻ ചേർത്ത് പൂരിപ്പിക്കുക. ശരിയായ പ്രപ്പോസിഷൻ ഏതാണെന്ന് എങ്ങനെ അറിയാം? 1, a sunny day.
2 ജാനുവരി. ഡേയ്ക്ക് മുൻപ് ഓൺ, മന്തിന് മുമ്പ് ഇൻ. ഇതാ തീർന്നു. ഇതാ ഈ ടേബിൾ നോക്കിയാൽ ഈ ടൈമിന് മുമ്പായിട്ട് സാധാരണ ചേർക്കുന്ന പ്രപ്പോസിഷൻസ് ഏതൊക്കെയാണെന്ന് പെട്ടെന്ന് മനസ്സിലാവും. ഇതാ നോക്കൂ. അറ്റ്, ബിഫോർ എ ടൈം, അറ്റ് 2 PM, അറ്റ് മിഡ് നൈറ്റ്. ഓൺ, ബിഫോർ എ ഡേ, ഓൺ മൺഡേ. ഇൻ, ബിഫോർ എ മന്ത്, ഇൻ ജാനുവരി. ഇയർ, ഇൻ 2023. 2 സമയമുണ്ടെങ്കിൽ ബിറ്റ്വീൻ 2 and 3 PM, ബിറ്റ്വീൻ ആൻഡ്. ഒരു സമയം മുതൽ മറ്റു സമയം വരെ, ഫ്രം 2 PM to 3 PM. ഇനി മോർണിംഗ്, ആഫ്റ്റർനൂൺ, ഈവനിങ്. ഇൻ ദ മോർണിംഗ്, ഇൻ ദി ആഫ്റ്റർനൂൺ, ഇൻ ദ ഈവനിങ്, ബട്ട് അറ്റ് നൈറ്റ്. ഒരു ദിവസത്തിന്റെ രാവിലെ ആണെങ്കിലോ, ഫോർ എക്സാമ്പിൾ മൺഡേ മോർണിംഗ്, ഓൺ മൺഡേ മോർണിംഗ്, ഓൺ ട്യൂസ്ഡേ ഈവനിങ്, ഓൺ വെൻസ്ഡേ ആഫ്റ്റർനൂൺ. അവിടെ ഇൻ ദി ആഫ്റ്റർനൂൺ അല്ല, ഓൺ വെൻസ്ഡേ ആഫ്റ്റർനൂൺ. ഇതാണ് ഈ സമയവുമായിട്ട് ബന്ധപ്പെട്ട പ്രപ്പോസിഷൻസ്. അപ്പോ നമ്മുടെ ചോദ്യത്തിന്റെ ഉത്തരം, ഇറ്റ് വാസ് ഓൺ എ സണ്ണി ഡേ in January that she got married. This is the answer. Now, question number 4. No other metal is as precious as gold. Use the superlative form. Superlative form ചേർക്കാനാ പറയുന്നത്. എന്തിന്റെ? adjectiveന്റെ. ഈ സെന്റൻസിൽ ഏതാ adjective? precious. അപ്പോൾ precious എന്ന് പറയുന്നത് ഏത് രൂപമാണ്? positive. comparative, more precious. superlative, most precious. അപ്പൊ ഇവിടെ ചോദ്യം എന്താ? നോ അതർ മെറ്റൽ ഇസ് ആസ് പ്രഷ്യസ് ആസ് ഗോൾഡ്. ഗോൾഡിനെ പോലെ പ്രഷ്യസ് ആയിട്ട് വേറെ ഒരു ലോഹവുമില്ല എന്ന് പറഞ്ഞാൽ ഗോൾഡ് ആണ് ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ള മെറ്റൽ. സോ ടേക്ക് എ ലുക്ക് അറ്റ് ദി ആൻസർ. ഗോൾഡ് ഈസ് ദ മോസ്റ്റ് പ്രഷ്യസ് മെറ്റൽ. ദിസ് ഈസ് ദി ആൻസർ. നൗ ക്വസ്റ്റ്യൻ നമ്പർ 5. ദാറ്റ് മസ്റ്റ് ഹാവ് ബീൻ എ ബ്ലാങ്ക് എക്സ്പീരിയൻസ്. യൂസ് the appropriate form of terrify. Terrify എന്നുള്ള വെർബിന്റെ ശരിയായ രൂപം ചേർത്ത് പൂരിപ്പിക്കുക. ആ terrify എന്നുള്ള വെർബിന്റെ 2 രൂപങ്ങൾ നമുക്ക് ആലോചിക്കാം. ഒന്ന് a terrifying experience, അല്ലെങ്കിൽ a terrific experience. Look at the answer. That must have been a terrifying experience, or that must have been a terrific experience. Now friends, question number 6. He had closed the window. Rewrite into passive form. He had closed the window. This is the sentence in the active voice. ഇത് passive voice ലേക്ക് ആക്കുമ്പോൾ active voice ന്റെ object subject ആയി മാറും. അതായത് the window എന്നുള്ളത് subject ആവും. So we begin the sentence with the window. പിന്നെയോ active voice ന്റെ subject passive voice ന്റെ object ആയിട്ട് മാറും. നമ്മുടെ സെന്റൻസിലെ he, him എന്നായി മാറും. അപ്പോ നമുക്ക് 2 ഭാഗം കിട്ടി. The subject, the window, object, him. പിന്നെന്താണ്? പാസീവ് വോയിസിലെ വെർബാണ് പ്രശ്നം. അതായത് to be plus past participle of the given verb. വെർബ് ഏതാ? closed. past participle, closed ആണ് past participle. പിന്നെ to be, ആ ബിയുടെ ഏത് രൂപം വേണം? എങ്ങനെയാണ്? had closed ആണല്ലോ നമ്മുടെ വെർബ്. had കഴിഞ്ഞാൽ past participle. So had been closed, had been closed. അപ്പൊ എന്ത് കിട്ടി? The window had been closed. പിന്നീടോ ഓബ്ജക്റ്റിന് മുൻപായിട്ട് ബൈ ചേർക്കുക. The window had been closed by him. This is the passive voice. Now, question number 7. The proposal was accepted by blank unanimous vote. Use an appropriate article. ശരിയായ ആർട്ടിക്കിൾ ചേർക്കാനാണ് പറയുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. യുനാനിമസ്, യു, ലെറ്റർ യു ആണെങ്കിലും ശബ്ദം യു എന്നാണ്. യ എന്ന് പറയുന്നത് വവലല്ല, കോൺസണന്റ് ആണ്. അപ്പോ what is the answer? The proposal was accepted by a unanimous vote. This is the answer. Now friends, question number 8. Hardly had I reached the station blank, the train steamed off. ഞാൻ അങ്ങോട്ട് ചെന്നില്ല, അതിനു മുൻപേ ട്രെയിൻ വിട്ടു. ഇതങ്ങ് പഠിച്ചു വെച്ചാൽ മതി. എന്ത്? ഹാർഡ്ലിക്ക് ശേഷം when മാത്രമേ വരൂ. Hardly, when. ഇതങ്ങ് ഓർത്ത് വെച്ചാൽ മതി. So, here is the answer. Hardly had I reached the station when the train steamed off. Now, question number 9. You played tennis. Blank. Use the correct form of the tag. Question tag ചേർക്കാനാണ്. അറിയാം അല്ലേ? ദാ നോക്ക്. Question tag എന്ന് പറയുന്നത് സ്റ്റേറ്റ്മെന്റിന്റെ അവസാനം ചേർക്കുന്ന ഒരു പൊടി ചോദ്യമാണ്. അത് ഒരു സ്റ്റേറ്റ്മെന്റിനെ ചോദ്യമാക്കി മാറ്റും. തന്നെയുമല്ല, it gives emphasis to what is said. പറയുന്നതിന് നീ പോവാണ് അല്ലേ
നീ പോയില്ല അല്ലേ? എംഫസിസ്. മാത്രമല്ല അത് കേൾക്കുന്നവരുടെ ശ്രദ്ധ ആകർഷിക്കാനും ഉപകരിക്കും. ഇതാണ് ക്വസ്റ്റ്യൻ ടാഗ്. ക്വസ്റ്റ്യൻ ടാഗ് എങ്ങനെ ഉണ്ടാക്കാം? ഇതാ നോക്ക്. സ്റ്റേറ്റ്മെന്റ് പോസിറ്റീവ് എങ്കിൽ ടാഗ് നെഗറ്റീവ്, സ്റ്റേറ്റ്മെന്റ് നെഗറ്റീവ് എങ്കിൽ ടാഗ് പോസിറ്റീവ്. ഇതാണ് ഒന്നാമത്തത്. നമ്പർ 2, ടാഗ് എങ്ങനെ ഉണ്ടാക്കാം? സ്റ്റേറ്റ്മെന്റ് എഴുതുക, എന്നിട്ട് കോമ ഇടുക, പിന്നീട് ഓക്സിലറി വെർബ്. സ്റ്റേറ്റ്മെന്റ് പോസിറ്റീവ് എങ്കിൽ ടാഗ് നെഗറ്റീവ് ആണെന്ന് പറഞ്ഞല്ലോ. ഓക്സിലറി വെർബിന്റെ കൂടെ ഇന്റ്, നോട്ട് ചേർക്കുക, എന്നിട്ട് സബ്ജക്ട് പ്രൊനൗൺ, അവസാനം ക്വസ്റ്റ്യൻ മാർക്ക്. ഇതാണ് ടാഗ്. ലുക്ക് അറ്റ് ദി എക്സാമ്പിൾസ്. He is a good boy. Isn't he? He is a good boy. Statement positive ആണ്. Isn't he? Tag negative. They are not going to college today. അപ്പോൾ tag positive ആവും. Are they? Roses look beautiful, don't they? This factory produces no waste. അപ്പോൾ statement negative ആണ്. Does it? The players appeared marvelous. Positive ആണ്. Didn't they? ഇതാണ് tag. അപ്പോൾ നമ്മുടെ സെന്റൻസ് നോക്കാം. You play tennis. സ്റ്റേറ്റ്മെന്റ് പോസിറ്റീവ് ആയതുകൊണ്ട് ടാഗ് നെഗറ്റീവ്. യു പ്ലേ ടെന്നീസ്, ഡോണ്ട് യു? ക്വസ്റ്റ്യൻ നമ്പർ 10. ഡു യു സ്പീക്ക് തമിഴ്? കൺവേർട്ട് ഇൻ ടു എ നെഗറ്റീവ് സെന്റൻസ്. എളുപ്പമാ അല്ലേ? നോട്ട് ചേർക്കുക. എവിടെ? ഡൂവിന്റെ കൂടെ. ഡോണ്ട് യു സ്പീക്ക് തമിഴ്? ഐ തിങ്ക് ഇറ്റ്സ് ഈസി, isn't it? Right. Question number 11. You are lucky. You came blank car, but I came blank foot. Identify the missing prepositions. ഓർക്കേണ്ടത്, we travel by bus, by car, by train, by air, but on foot, on a bike, on a bicycle, on a cycle. So look at the answer. You are lucky. You came by car, but I came on foot. Question number 12. It blank rain tonight. Look at those dark clouds. ഇന്ന് രാത്രിയിൽ മഴ പെയ്യുമോ ഇല്ലയോ എന്നുള്ളതാണ്. മഴ പെയ്യാനും പെയ്യാതിരിക്കാനും സാധ്യതയുണ്ട്. സാധ്യത കൂടുതലാണോ കുറവാണോ? ഇതാണ് ചോദ്യം. എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും? ലുക്ക് അറ്റ് ദോസ് ഡാർക്ക് ക്ലൗഡ്സ്. ഓ നോക്കിക്കേ, ആ ഇരുണ്ട മേഘങ്ങൾ. മഴ പെയ്യാൻ സാധ്യത കൂടുതലാണ്. അപ്പോ മെയ് ആണോ മൈറ്റ് ആണോ? മെയ് ഉപയോഗിക്കുമോ മൈറ്റ് ഉപയോഗിക്കുമോ? ഹൗ കെൻ യു ഫൈൻഡ് ഔട്ട്? ഹിയർ ഇസ് ദ റൂൾ. ഫോർ മെയ് implies strong certainty about hypothetical events. സംഭവിക്കാൻ സാധ്യത കൂടുതലാണ് മെയ്ക്ക്. മൈറ്റ് എക്സ്പ്രസസ് എ ലെസർ ഡിഗ്രി ഓഫ് സർട്ടൻറ്റി. മെയ്യുടെ അത്രയും സാധ്യതയില്ല മൈറ്റിന്. അപ്പൊ മെയ്ക്ക് സാധ്യത കൂടുതലാണ്. സോ വാട്ട് അബൌട്ട് ദി ആൻസർ? ഇറ്റ് മേ റെയിൻ. വൈ? ലുക്ക് അറ്റ് ദോസ് ഡാർക്ക് ക്ലൗഡ്സ്. മഴ മിക്കവാറും പെയ്യും. സോ ഫ്രണ്ട്സ്, ദിസ് ഈസ് ദി എൻഡ് ഓഫ് സെക്ഷൻ A. 12 ചോദ്യങ്ങളുണ്ട്. ഒരു ചോദ്യത്തിന് 2 മാർക്ക് വെച്ച് ആകെ മാർക്ക് 20. 12 ചോദ്യം എഴുതിയാൽ ഈ 20 മാർക്കും കിട്ടും. എന്താ, റെഡിയല്ലേ? നൗ ഫ്രണ്ട്സ്, സെക്ഷൻ B 7 ചോദ്യങ്ങളുണ്ട്. 5 മാർക്ക് വീതം. ആകെ മാർക്ക് 30. 7 എഴുതിയാൽ 30 മാർക്കും കിട്ടും. ഓർക്കുക, ആദ്യത്തെ 2 ചോദ്യങ്ങൾ ഗ്രാമർ ചോദ്യങ്ങളാണ്. ഈ വീഡിയോയിൽ നമ്മൾ ആ ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യും. ബാക്കി 5 ചോദ്യങ്ങൾ കമ്മ്യൂണിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടാണ്. അത് അടുത്ത വീഡിയോയിൽ. സോ ക്വസ്റ്റ്യൻ നമ്പർ 13. Take a look at the question. Rewrite in indirect speech. അപ്പൊ ഡയറക്റ്റ് സ്പീച്ചിൽ നിന്ന് ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റാനാണ്. ഡയറക്റ്റ് സ്പീച്ച് എന്ന് പറഞ്ഞാൽ ഒരാൾ പറയുന്ന സെന്റൻസ് അതേപോലെ എഴുതുന്നതാണ് ഡയറക്റ്റ് സ്പീച്ച്. ഒരാൾ പറയുന്ന ഒരു കാര്യം മറ്റൊരാളോട് പോയി പറയുന്നതാണ് ഇൻഡയറക്റ്റ് സ്പീച്ച് അല്ലെങ്കിൽ റിപ്പോർട്ടഡ് സ്പീച്ച്. Take a look at the question. When I finished my lunch, I asked the waitress, "Do you know the girl who was sitting over there?" "No, sir. I do not know her to speak of. I notice she has lunch here on Saturdays. Doesn't she come any other day? I never see her on other days." Friends, this is the question. The quotation at കൊടുത്തേക്കുന്നതെല്ലാം ഡയറക്റ്റ് സ്പീച്ചാണ്. ആ മനുഷ്യനും ആ വെയിട്രസും തമ്മിലുള്ള സംഭാഷണം അതേപോലെ. ഇത് റിപ്പോർട്ടഡ് സ്പീച്ചിലാക്കണം, ഇൻഡയറക്റ്റ് സ്പീച്ചിലാക്കണം. നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തു നോക്കാം. When I finished my lunch, I asked the waitress whether she knew. Do you know എന്നുള്ളത് whether she knew എന്നായിട്ട് മാറും. The girl who was sitting over there എന്നുള്ളത് had been sitting over there എന്നായി മാറും. അപ്പോ ഈ ഭാഗത്തിന്റെ ആൻസർ, when I finished my lunch, I asked the waitress whether she knew the girl who had been sitting over there. അപ്പോ വെയിറ്റർസ് പറയുന്നു എന്ത്?
No, sir. I do not know her to speak of. No, sir. എങ്ങനെ മാറ്റും? The waitress replied in the negative and said that I do not know her. I എന്ന് പറയുന്നത് she, waitress. She did not know her to speak of. എന്നിട്ട് അവർ ഇതും കൂടെ കൂട്ടിച്ചേർക്കുന്നു. എന്ത്? I notice she has lunch here on Saturdays. അപ്പോൾ ഇതും കൂടെ കൂട്ടിച്ചേർക്കുന്നു എന്ന് പറഞ്ഞു. She added that she noticed she has lunch here എന്നുള്ളത് the girl had lunch there. എപ്പോൾ? On Saturdays. അപ്പോൾ ആ ഭാഗത്തിന്റെ ആൻസർ the waitress replied in the negative and said that she did not know her to speak of. She added that she noticed the girl had lunch there on Saturdays. ഇനി ആ ചോദ്യത്തിന്റെ അവസാനത്തെ ഭാഗം അദ്ദേഹം ചോദിക്കുന്നു. എന്ത്? Doesn't she come any other day? എന്താ മറുപടി വെയിട്രസിന്റെ? I never see her on other days. അപ്പോ then I further asked the waitress, doesn't she come any other day? അവൾ മറ്റുള്ള ദിവസങ്ങളിൽ വരാറില്ലേ? Then I further asked the waitress whether the girl didn't come any other day. Waitressന്റെ മറുപടി, I never see her on other days. She told me she never saw her on other days. This is the answer to question number 13. Now friends, the last question of this part. Question number 14. Punctuate the following. ആവശ്യമുള്ളിടത്ത് ശരിയായ പങ്ക്ച്വേഷൻ മാർക്ക്, കുത്ത്, കോമ തുടങ്ങിയ സംഭവങ്ങൾ. Look at the text. ഇങ്ങനെ ഒരു ചോദ്യം കിട്ടുമ്പോൾ ശരിയായ രീതിയിൽ രണ്ടു തവണ ഒന്ന് വായിച്ചു നോക്കുക. വായിച്ചു നോക്കിയാൽ കുത്തും കോമയും എവിടെയാണ് ഇടേണ്ടതെന്ന് നമുക്ക് മനസ്സിലാവും. എവിടെ നിർത്തുണ്ട്, എവിടെ കോമയുണ്ട്, എവിടെ ഡയറക്റ്റ് സ്പീച്ച് ഉണ്ടോ, ഈ കാര്യങ്ങളൊക്കെ നോക്കുക. ചോദ്യമുണ്ടോ? ഞാനതൊന്ന് വായിക്കാം. ചിലപ്പോൾ നിങ്ങൾക്ക് തന്നെ കുത്തും കോമയും ഇടാൻ പറ്റും. Once 3 men met. In the course of the conversation, one of them turned to the other and said, what would you do if you woke up one fine morning, found yourself a millionaire? Soon came the reply from the first man, I would build a big house. The second man thought for a while and said, I would take the next flight to Paris and enjoy my life. The third man said, I would go to sleep again and make another million. എന്താ പങ്ക്ച്വേഷൻ ഇടാൻ പറ്റുന്നുണ്ടോ? ഒന്ന് വായിച്ചു നോക്കിയേ. ഇതാ നോക്ക്. Once 3 men met. O capital. Once, comma, 3 men met. Full stop. In the course of the conversation. I capital. In the course of the conversation, comma, one of them turned to the other and said, comma, quotation. ഇനി അയാൾ പറയുന്ന സെന്റൻസ് ആണ്. What, capital, what would you do if you woke up one fine morning, comma, found yourself a millionaire? What would you do? എന്ന ചോദ്യം. Question mark. Quotation closes. Soon came the reply. Yes, capital. From the first man, comma. എന്താ മറുപടി പറഞ്ഞത്? Quotation. Capital. I would build a big house. Full stop. Quotation closes. അപ്പോ രണ്ടാമത്തെ ആൾ. The capital. The second man thought for a while and said, comma, quotation. I capital. I would take the next flight to Paris. Paris. സ്ഥലമാണ്. P capital. And enjoy my life. Full stop. Quotation closes. Now, look at the last part. The third man said, T capital. Said, comma. എന്ത് പറഞ്ഞു? Quotation. I would go to sleep again and make another million. Full stop. Quotation closes. So friends, this is all about part 1 of this video series with 14 model grammar questions on functional grammar and communication in English. So thank you very much for watching this presentation and see you with part 2 of this model question paper.